ഈ +2 എക്സാം മാർച്ചിലല്ലേ? ഓൾ ദ ബെസ്റ്റ്. അത് കഴിഞ്ഞാലുടൻ പ്രൊഫഷണൽ കോഴ്സിന് പോകുന്നതാണ് ബുദ്ധി. ഓ, ഡോക്ടറും എഞ്ചിനീയറും അതൊക്കെ പണ്ടല്ലേ. അപ്പൊ ഇന്നോ? ഇന്ന് ലോകം റൺസ് ഓൺ കോമേഴ്സ്. ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി. 21 വയസ്സിൽ ലൈഫ് സെറ്റ്. ലേൺ ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി കോഴ്സ് only from Indian Institute of Commerce, ലക്ഷ്യ. അപ്പൊ എങ്ങനെ കോഴ്സ് ഇപ്പൊ തുടങ്ങും? +2 കോമേഴ്സ് തന്നെ ആവണമെന്നില്ല, സയൻസുകാർക്കും ചേരാം. ഹായ് ഓൾ, വെൽക്കം ടു ലക്ഷ്യ സ്കൂൾ പ്ലസ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഓണം എക്സാമിലേക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ടൈമിൽ എക്സാമിലേക്ക് ആവശ്യമുള്ള നമ്മൾ ഏകദേശം എക്സ്പെക്ട് ചെയ്യാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഫ്രോം ദി സ്റ്റാർട്ടിംഗ് ചാപ്റ്റേഴ്സ്. സോ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആക്ച്വലി വരുന്നത് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്നാണ്. സോ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഫൈൻഡ് ദി വാല്യൂ ഓഫ് ടാൻ ഇൻവേഴ്സ് ടാൻ 3π/4. ആക്ച്വലി ഒരു റിസൾട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് എന്ന് കണ്ടാൽ അതിനെ നമുക്ക് എക്സ് എന്ന് വിളിക്കാൻ പറ്റും. ബട്ട് ദർ ഇസ് എ കണ്ടീഷൻ. എക്സ് എന്ന് പറയുന്ന ആള് ലൈസ് ബിറ്റ്വീൻ -π/2 ആൻഡ് π/2. -π/2 to π/2 ഉള്ളിലാണ് നമ്മളുടെ എക്സ് എങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ടാൻ ഇൻവേഴ്സ് ടാൻ എക്സിനെ എക്സ് ആയിട്ട് വിളിക്കാം. ബട്ട് ഇൻ ദിസ് ക്വസ്റ്റ്യൻ ഈ പറഞ്ഞ ആൾ എന്താണ്? -19 +19 ഉള്ളിലല്ല. ആക്ച്വലി 3π/4 എന്ന് പറയുന്ന ആള് 3π/4 എന്ന് പറഞ്ഞാൽ ആക്ച്വലി 135 ആണ് ഡിഗ്രിയിൽ പറയുകയാണെങ്കിൽ. സോ -90ന്റെയും +90ന്റെയും പുറത്ത് വരുന്ന വാല്യൂ. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡയറക്റ്റ് ഇതിനെ നമുക്ക് ഈ റിസൾട്ട് പ്രകാരം 3π/4 എന്ന് വിളിക്കാൻ പറ്റില്ല. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ നമ്മൾ എന്താ ചെയ്യാം? ലെറ്റ്സ് സീ. ഇതുപോലുള്ള ക്വസ്റ്റ്യൻ സൈൻ ഇൻവേഴ്സിൽ ചോദിക്കാം, കോസ് ഇൻവേഴ്സിൽ ചോദിക്കാം. സോ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഈ ഉള്ളിലുള്ള ആളുടെ വാല്യൂ ആണ്. ടാൻ 3π/4 വാല്യൂ ആണ്. നോക്കാലോ. സോ ടാൻ 3π/4 എന്ന് പറഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പം എന്ന് വെച്ചാൽ ഇയാളെ ഡിഗ്രിയിലേക്ക് മാറ്റാം. ഞാൻ നേരത്തെ പറഞ്ഞു ഓൾറെഡി 3π/4 വാല്യൂ എത്രയാണ്? ഈവൻ ദോ 3π/4 നമുക്ക് 3 × π/4 എന്ന രീതിയിലേക്ക് മാറ്റാം. അതായത് ടാൻ 3 × π/4 എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി ആണെന്ന് എല്ലാവർക്കും അറിയാലോ. സോ 3 × 45 അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 135 ഡിഗ്രി. സോ ടാൻ 135 ഡിഗ്രിയുടെ വാല്യൂ ആണ്. സോ 135 ഡിഗ്രി നമ്മൾ ക്വാഡ്രന്റ് ഒക്കെ വരച്ച് നോക്കുകയാണെങ്കിൽ 135 എന്ന് പറയുന്നത് ഏത് ക്വാഡ്രന്റിലാണ് ഉള്ളത്? യെസ്, സെക്കൻഡ് ക്വാഡ്രന്റിൽ. സോ സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുന്ന ആളെ നമ്മൾ എങ്ങനെ അഡ്രസ് ചെയ്യണമെന്നാണ് പഠിച്ചത്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സോ ഞാൻ 4 ക്വാഡ്രന്റ് വരയ്ക്കുന്നുണ്ട്. സോ ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ നമ്മൾ ആ ആംഗിളിനെ അഡ്രസ് ചെയ്യുക നോർമലി തീറ്റ എന്നാണ്. സെക്കൻഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ 180 - തീറ്റ എന്നും, തേർഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ 180 + തീറ്റ എന്നും അങ്ങനെ പോകും. ക്ലിയർ അല്ലേ? ദെൻ ഈ ടാൻ 135 അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ടാൻ 180 - ഫോമിൽ എക്സ്പ്രസ് ചെയ്യണം, സിൻസ് അത് സെക്കൻഡ് ക്വാഡ്രന്റിലെ ആംഗിൾ ആയതുകൊണ്ട്. സോ ഞാൻ ചോദിക്കട്ടെ, 180 - എന്ത് ചെയ്താലാ 135 ഡിഗ്രി കിട്ടാം? 180 എന്ത് കുറച്ചാലാ? 45 ഡിഗ്രി കൊടുക്കണം. സോ 180 - 45 ആണ് 135 എന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ? സോ 180 ഇവിടെ വരുന്ന ആളാരാ? 45 ഡിഗ്രി. സോ 180 - 45. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ 180 ആയാലും ഇനിയിപ്പോൾ തേർഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ നമ്മൾ 180 എന്ന് എക്സ്പ്രസ് ചെയ്യാം. സോ ഈ 180 - 180 ഒക്കെ ഇമ്പാക്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ പോകും. പകരം അവിടെ ഒരു പ്ലസ് എന്നോ മൈനസ് എന്നോ വരും അക്കോർഡിംഗ് ആസ് ASTC കൺസെപ്റ്റ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? അതായത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് നമ്മൾ കൺസിഡർ എങ്കിൽ അവിടെ നമ്മൾ A എന്നാ പറയാ, ഓൾ ആർ പോസിറ്റീവ്. സെക്കൻഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ എസ്, അതായത് സൈനും അതിന്റെ റെസിപ്രോക്കലും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. തേർഡ് ക്വാഡ്രന്റ് ആണെങ്കിലോ ടാനും അതിന്റെ റെസിപ്രോക്കലും, ഫോർത്ത് ക്വാഡ്രന്റ് ആണെങ്കിൽ കോസും അതിന്റെ റെസിപ്രോക്കലും. സോ സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ റീജിയനാണ്. സൈൻ ആയാലും ഇനി കൊസീക് ആയാലും അവിടെ വരുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പോസിറ്റീവ് ആയിട്ട് എടുക്കാം. ഇതല്ലാതെ വേറെ ഏത് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് വന്നാലും നമ്മൾ എന്താക്കണം? യെസ്, നെഗറ്റീവ് ആയിട്ട് എടുക്കണം. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ടാൻ ആയതുകൊണ്ട് മൈനസ് ആയിട്ടാണ് നമ്മൾ ഇവിടുത്തെ റിസൾട്ട് വരുന്നത്. സോ മൈനസ്, ഇനി എന്ത് ചെയ്യണം? മൈനസ് ടാൻ 45 ഡിഗ്രി എന്ന് എഴുതണം. അപ്പൊ ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും, അല്ല ഈ ആളിവിടെ പോയി 180 എന്ന് പറയുന്ന ആളിവിടെ പോയി. ആക്ച്വലി ഈ 180 ഇമ്പാക്റ്റ് ആണ് എന്ത് വന്നത്? മൈനസ് വന്നത്. ഇൻ കേസ് ഈ ഫംഗ്ഷൻ സൈൻ ആണെങ്കിൽ ഇവിടെ പ്ലസ് സൈൻ 45 എന്നേ ഉണ്ടാവുള്ളൂ. ഇത് +1 പഠിക്കുന്ന കാര്യം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല എന്നായിരിക്കും. നിങ്ങൾ സിമ്പിൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്ററിൽ ടാൻ 135 എന്ന് അടിച്ച ഡയറക്റ്റ് നിങ്ങൾക്ക് -1 എന്ന ആൻസർ വരും.
ക്ലിയർ ആണല്ലോ? സോ ഞാൻ എന്ത് ചെയ്യാണ്, അതിലേക്ക് നിൽക്കുന്നില്ല, ഞാൻ ആക്ച്വൽ വേയിൽ പോവാണ്. ആക്ച്വൽ വേയിൽ പ്രൊസീഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റർ വെച്ചിട്ട് സോൾവ് ചെയ്യുക. സോ മൈനസ് ടാൻ 45 എന്ന് പറഞ്ഞാൽ മൈനസ് കൊടുക്കുക, ദെൻ ടാൻ 45ന്റെ വാല്യൂ 1 അല്ലേ, സോ മൈനസ് 1 എന്ന് നമുക്ക് എന്ത് കിട്ടും, ടാൻ 135 അല്ലെങ്കിൽ ടാൻ 3π/4 സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടും. സോ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. therefore നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, therefore ടാൻ ഇൻവേഴ്സ്, ഇനി tan 3π/4, tan inverse tan 3π/4 this equal to നമുക്ക് എന്ത് ചെയ്യാം, tan inverse അതുപോലെ എഴുതാം. tan 3π/4 നമ്മൾ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ നെഗറ്റീവ് വാല്യൂ. ഓക്കെ, അപ്പോൾ ടാൻ ഇൻവേഴ്സ് -1 എന്ന് വന്ന്. ഇനി നമ്മളൊരു കാര്യം പഠിക്കുന്നുണ്ട്, ടാൻ എന്ന് പറയുന്ന ആൾക്ക് ഉള്ളിൽ നെഗറ്റീവ് വന്നാൽ ആക്ച്വലി നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസിന്റെ വൺ ഷോട്ട് വീഡിയോ യൂട്യൂബിൽ നിങ്ങൾക്ക് ലൈവ് സെഷനിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ അവിടെ പഠിക്കാൻ പറ്റും. എനിവേ ഞാൻ ഡയറക്റ്റ് റിസൾട്ടിലേക്ക് പോവാണ്. ടാൻ ഇൻവേഴ്സിൽ നെഗറ്റീവ് വന്നാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആ നെഗറ്റീവ് മാത്രം ജസ്റ്റ് എന്ത് ചെയ്യുക, ഔട്ടാക്കുക. നെഗറ്റീവിനെ മാത്രം ജസ്റ്റ് പുറത്തേക്ക് ചെയ്താൽ ഇനി ബാക്കി വരുന്ന വാല്യൂസ് അതുപോലെ ഇതാ ടാൻ ഇൻവേഴ്സ് 1. സോ ആ നെഗറ്റീവിനെ സിംപ്ലി നിങ്ങൾ പുറത്തേക്ക് എഴുതിയാൽ മതി, അതാണ് റിസൾട്ട്, അതാണ് റൂള്. ഓക്കെ, ഇനി ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറയുന്ന ആൾ വളരെ ഫേമസ് ആയിട്ടുള്ള വാല്യൂ ഇല്ലേ, ടാൻ ഇൻവേഴ്സ് 1ന്റെ മീനിങ് എന്താ, ടാൻ എപ്പോഴാ 1 ആവുന്നത്, ടാൻ എപ്പോഴാ 1 ആവുന്നത്, π/4. സോ നമ്മൾ ക്വസ്റ്റ്യൻ ഇവിടെ സോൾവ് ആവാണ് ഗൈസ്. ഇസ് ഈക്വൽ ടു മൈനസ് ഓൾറെഡി അവിടെ ഉണ്ട്, ടാൻ ഇൻവേഴ്സ് 1ന്റെ വാല്യൂ π/4 ആണ്. സോ ഗൈസ് ടാൻ ഇൻവേഴ്സ് tan 3π/4 സോൾവ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും, -π/4 കിട്ടും. ഓക്കെ, സോ ഇതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആക്ച്വലി മെട്രിക്സ് എന്ന് പറയുന്ന നമ്മുടെ 3rd ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫ്രീക്വന്റ് ആയിട്ട് ഇതുപോലുള്ള ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാറുണ്ട്. സോ യു ആർ ഗിവൺ എ 2/2 മെട്രിക്സ്. സോ ഇതാണ് മെട്രിക്സ്, A is equal to 3 1 -1 2. ഓക്കെ, വെരിഫൈ ദാറ്റ്. ഇത് ചെയ്താൽ 0 കിട്ടുമെന്ന് നിങ്ങൾ വെരിഫൈ ചെയ്യണം. സോ ഇതിൽ പറയുന്ന 3 ആളുകളുണ്ട്. ഒന്ന് A². A² എന്ന് പറഞ്ഞാൽ സിംപ്ലി ഇയാളെ സ്ക്വയർ ചെയ്താൽ പോരാ, പകരം A² എന്ന് പറഞ്ഞാൽ A എന്ന് പറയുന്ന മെട്രിക്സിനെ നിങ്ങൾ വീണ്ടും A എന്ന് പറയുന്ന മെട്രിക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അതായത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. റെഡിയല്ലേ? അതേപോലെ 5A കാണണം. 5A എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ A എന്ന് പറയുന്ന മെട്രിക്സിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആൻഡ് ഫൈനലി 7i വളരെ സിമ്പിൾ ആണ്. സോ നമുക്ക് ഓരോന്നും ചെയ്ത് നോക്കാം. A² എന്ന് പറയുന്ന ആളെ എങ്ങനെ സോൾവ് ചെയ്യാന്ന് പറഞ്ഞത്, രണ്ട് മെട്രിക്സുകൾ തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. സോ ദിസ് ഈക്വൽ ടു, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വരുന്ന ആളെങ്ങനെ, 3 ഇൻറ്റു, നിങ്ങൾക്ക് അറിയില്ല ഫസ്റ്റ് ഈ മെട്രിക്സിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇവിടുത്തെ കുറച്ച് റൂളുകൾ ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇവിടെ എന്താ പ്രൊസീജിയർ, എന്താ, ഈ മെട്രിക്സിൽ നിങ്ങൾ റോ മാത്രം എടുക്കാൻ പറ്റുള്ളൂ, ഇവിടെ കോളം മാത്രം എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ആള് 3 1 ആണ്, ഇവിടുത്തെ ഫസ്റ്റ് റോ, ഇവിടുത്തെ ഫസ്റ്റ് കോളം 3 -1 ആണ്. ഇനി ചെയ്യേണ്ട കാര്യം കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആളുകൾ മൾട്ടിപ്ലൈ ചെയ്യാം. വിച്ച് മീൻസ് ഒന്നാമത്തെ ആളുകൾ ആരൊക്കെ, ഇവിടുത്തെ ഒന്നാമത്തെ ആൾ ഇവിടെ 3 ആണ്, ഇവിടെ 3 അത് 2 മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ രണ്ടാമത്തെ ആളുകൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി മൂന്നാമത്തെ ഒരാളിനെ അതും മൾട്ടിപ്ലൈ ചെയ്യാം. ഈ ആളുകളെ മൊത്തം ആഡ് ചെയ്യാം. സോ മൾട്ടിപ്ലിക്കേഷന്റെ റൂൾ എന്താ, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആളുകളെ മൾട്ടിപ്ലൈ ചെയ്യുക, അത് മൊത്തം സം ചെയ്യാം. സോ 3യും 3യും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 9 കിട്ടും. ദെൻ 9 -1 എന്ന് വരും, കറക്റ്റ് അല്ലേ? 3 × 3 9 ആണ്, 1 × -1 ആണ് അത് വന്ന്. ദെൻ അഗെയിൻ ഫസ്റ്റ് റോ എടുത്ത് ഇവിടെ ഇനി അടുത്ത കോളത്തിലേക്ക് പോകണം. സോ അടുത്ത കോളം 1 2 ആണ്. 3 × 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. അഗെയിൻ 1 × 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ 3 + 2 വരും. ദെൻ ഫസ്റ്റ് റോ വെച്ചിട്ടുള്ള എല്ലാ കോളം ഓപ്പറേഷൻ കംപ്ലീറ്റ് ആയോ, ആയല്ലോ. ദെൻ സെക്കൻഡ് റോയിലേക്ക് പോകുന്നു. സിമിലർലി ഇവിടെയും സെക്കൻഡ് റോയിലെത്തും. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ. റെഡി? സോ -1 2 3 -1 നമ്മൾ ചെയ്യാൻ പോവാണ്. സോ -1 × 3 എന്ന് പറഞ്ഞാൽ ആരാ, അത് -3 ആണ്. ദെൻ 2 × -1 അത് -2 ആ, കറക്റ്റ് അല്ലേ? -3 -2. ഓക്കെ, ദെൻ സെക്കൻഡ് റോയും സെക്കൻഡ് കോളം വെച്ച് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാണ്. അതെന്ത് കിട്ടും, -1 × 1 എന്ന് പറഞ്ഞാൽ -1 എന്നാണ്. ദെൻ 2 × 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. സോ -1 + 4. സോ ഇത് സോൾവ് ചെയ്ത് നോക്കിയാലോ. ഇത് സോൾവ് ചെയ്താൽ ഫൈനലി നമുക്ക് എന്ത് കിട്ടും, 9 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 8. ദെൻ 5, ദെൻ -5 ആൻഡ് 3. ഇതാണ് നമ്മളുടെ A² എന്ന് പറയുന്ന മെട്രിക്സ്. ഇനി നമ്മൾ 5A കാണാൻ പോവാണ്. 5A സോൾവ് ചെയ്യുമ്പോൾ 5 × A എന്ന് പറയുന്ന മെട്രിക്സ്. സോ എയിലുള്ള എല്ലാ എലമെന്റ്സിനും നമ്മൾ എന്ത് ചെയ്യണം, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമുക്ക് എന്ത് കിട്ടും, 15 5 -5 ആൻഡ് 10. ഇതാണ് നമ്മുടെ 5A എന്ന് പറയുന്ന ആള്. ഇനി ഫൈനലി നമുക്ക് ആവശ്യമുള്ളത് 7i ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 7 × i എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 1 0 0 1. സോ എല്ലാ ആളുകളും 7 ടൈംസ് ആയിട്ട് മാറും.
സോ എന്താ അതിനർത്ഥം 7 into 0 എന്ന് പറഞ്ഞ 7 into 1 7 ആണ്, 7 into 0 0 ആണ്, then again 0 again 7, so 7 0 0 7. സോ ഈ മൂന്ന് ആൾക്കാരെ വാല്യൂ നമുക്ക് കിട്ടി. സോ ഇയാളെ മൈനസ് ചെയ്യണം, ദെൻ ഇതിലേക്ക് ഇത് ആഡ് ചെയ്യണം. സോ നമുക്ക് ചെയ്ത് നോക്കിയാലോ. എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7i ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ഇവിടെ റെഡിയാക്കി വെച്ച് മൈനസ് കൊടുത്തു, അഗെയിൻ 5a എന്ന് പറയുന്ന മെട്രിക്സ് എഴുതി, പ്ലസ് കൊടുത്തു, അഗെയിൻ 7i എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ എഴുതി. സോ ഈ ഓപ്പറേഷൻ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ ഓപ്പറേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഇതാള് 8 ആണ്, ദെൻ മൈനസ് കൊടുക്കണം, മൈനസ് 15 ഉണ്ട്, ദെൻ പ്ലസ് കൊടുക്കണം 7, അങ്ങനെയാണ് ചെയ്യേണ്ടത്. കറക്റ്റ് അല്ലേ? 8 minus 15 plus 7. ഓക്കെ, ഇതേപോലെ ബാക്കി ആളുകളെ മൊത്തം എഴുതാം. അടുത്ത ആളെന്താ 5 minus 5 plus 0, then minus 5 minus 5 plus 0, then 3 minus 10 plus 7. ഇങ്ങനെ നമ്മൾ എല്ലാവരുടെയും വാല്യൂ എഴുതി. സോ ഫൈനലി ഇത് സോൾവ് ചെയ്യുമ്പോൾ എല്ലാ എലിമെന്റ്സും ക്യാൻസൽ ആവും. സോ ഇത് 0 ആവും, ഇത് 0 ആവും, ഇത് 0 ആവും, ഇത് 0 ആവും. സോ എല്ലാ എലിമെന്റ്സും ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 മെട്രിക്സ് കിട്ടും. ഹെൻസ് പ്രൂവ്ഡ്. നമ്മളോട് പറഞ്ഞ കാര്യം എന്താ? ഇത് ചെയ്താൽ നിങ്ങൾക്ക് 0 മെട്രിക്സ് കിട്ടും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? സോ ഗൈസ്, ഇനി നമ്മൾ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് അടുക്കാണ്. ഈ ക്വസ്റ്റ്യൻ വരുന്നത് നമ്മളെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്നാണ്. സോ ഈ ക്വസ്റ്റ്യൻ ഒരു 4 മാർക്കിന് വരെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഫസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഒരു 3 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. എഗെയിൻ ഇനി നമ്മൾ പോകാൻ പോകുന്ന ഒരു 6 മാർക്കിന് നിങ്ങൾക്ക് ഓണം എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. 6 മാർക്ക് 4 മാർക്കൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണെങ്കിൽ 4 മാർക്കൊക്കെ വരെ ചോദിക്കാം. റെഡി? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എഫ് ഫ്രം എക്സ് ടു വൈ ഈസ് ഓൺ ടു, ഒരു ഫംഗ്ഷൻ ഓൺ ടു ആണെന്ന് പറഞ്ഞു. സോ ഒരു ഫംഗ്ഷൻ ഓൺ ടു ആണെങ്കിൽ അവിടുത്തെ കണ്ടീഷൻ എന്താ അറിയോ? അവിടുത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ റേഞ്ച് എന്ന് പറയുന്നത് കോ ഡൊമൈൻ ഈക്വൽ ആയിരിക്കും. സോ റേഞ്ച് ഓഫ് എഫ് എന്ന് പറയുന്നത് കോ ഡൊമൈൻ ഈക്വൽ ആയിരിക്കും. ബട്ട് പ്ലസ് വണ്ണിൽ നമ്മൾ പഠിച്ച കാര്യമുണ്ട്, റിലേഷൻ ഫ്രം എ ടു ബി ആണെങ്കിൽ ബി ആണ് കോ ഡൊമൈൻ. ഇനി ഫംഗ്ഷൻ ഫ്രം എ ടു ബി എന്ന് പറയുമ്പോഴും ബി തന്നെയാണ് കോ ഡൊമൈൻ. ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എക്സ് ടു വൈ ആണ്. സോ വൈ ആണ് കോ ഡൊമൈൻ. ആക്ച്വലി റേഞ്ചും കോ ഡൊമൈനും ഈക്വൽ ആകുന്നത് ഓൺ ടു ഫംഗ്ഷൻസിലാണ്. സോ നമുക്ക് പറയാം കോ ഡൊമൈൻ ഇസ് ഈക്വൽ ടു വൈ, അല്ലെങ്കിൽ റേഞ്ച് ഇസ് ഈക്വൽ ടു കോ ഡൊമൈൻ വിച്ച് ഇസ് ഈക്വൽ ടു വൈ. ഇതൊരു 1 മാർക്കിന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, നല്ലപോലെ ശ്രദ്ധിച്ചോളാം. യു ആർ ഗിവൺ എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x plus 3. എഫ് ഓഫ് എക്സ് ആരാ? 4x plus 3. സോ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത് 1 ആണെന്നും ഓൺ ടു ആണെന്നും പ്രൂവ് ചെയ്യണം, വിച്ച് മീൻസ് ബൈജക്റ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ 1 പ്രൊസീജിയറിലേക്ക് നമുക്ക് കിടന്നാലോ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം 2 ഫംഗ്ഷൻ നിങ്ങൾ ഡിക്ലെയർ ചെയ്യണം. ലെറ്റ് എഫ് ഓഫ് എക്സ് വണ്ണും അതുപോലെ എഫ് ഓഫ് എക്സ് ടു 2 രീതിയിൽ നിങ്ങൾ ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്യണം. എഫ് ഓഫ് എക്സ് വൺ എന്ന് പറഞ്ഞാൽ 4x1 plus 3 ആണ്. എഫ് ഓഫ് എക്സ് ടു എന്ന് പറഞ്ഞാൽ 4x2 plus 3. ഒന്നുമില്ല, ഈ എക്സ് കാണുന്ന സ്ഥലത്ത് x1 ആക്കി എഴുതിയാൽ അത് എഫ് ഓഫ് x1 ആയി, ഇവിടെ x2 ആക്കി എഴുതിയാൽ അത് എഫ് ഓഫ് x2 ആയി. സോ ഇത് രണ്ടും നമ്മൾ ഡിക്ലെയർ ചെയ്യാം. ഇനി പ്രൊസീജിയർ എന്താ? ഇത് രണ്ടും ഈക്വൽ ആയിട്ട് നിങ്ങൾ പ്രൊസീഡ് ചെയ്യുക. അതായത് വെൻ എഫ് ഓഫ് x1 is equal to എഫ് ഓഫ് x2, ഇത് രണ്ടും ഈക്വൽ ആണ് എന്നൊരു അസംപ്ഷനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അവസാനം നമുക്ക് x1 ഈക്വൽ ടു x2 കിട്ടണം. അങ്ങനെ കിട്ടിയാൽ നമുക്ക് പറയാം യെസ് ദിസ് ഫംഗ്ഷൻ ഈസ് 1 1. ഓക്കെ, സോ നമുക്ക് പ്രൊസീഡ് ചെയ്ത് നോക്കാം. അതായത് എഫ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ 4x1 plus 3 ആണ്. ഇത് ഈസ് ഈക്വൽ ടു 4x2 plus 3. ഓക്കെ, 2 സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം? plus 3 ക്യാൻസൽ ചെയ്യാം. Then 4x1 is equal to 4x2 എന്ന് കിട്ടും. അഗെയിൻ 2 സ്ഥലത്ത് നമുക്ക് 4 ക്യാൻസൽ ചെയ്യാം. സോ ഫൈനലി നമുക്ക് x1 is equal to x2 എന്ന് കിട്ടും. ഇങ്ങനെ കിട്ടിയാൽ ഞാൻ പറഞ്ഞ പ്രകാരം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. Therefore f of x is equal to 4x plus 3 is 1 1. ഇയാള് 1 1 ആണെന്ന് മനസ്സിലായി. ഇനി ഇതേപോലെ ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യണം. അത് പ്രൂവ് ചെയ്താൽ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവും. റെഡി? നമുക്ക് നോക്കാം. ഓൺ ടു ആണെന്ന് നമ്മൾ ഇങ്ങനെ പ്രൂവ് ചെയ്യാം. ലെറ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം y is equal to f of x എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എപ്പോൾ പറയുന്ന കാര്യമാണ് y is equal to f of x എന്നുള്ളത്, അല്ലേ? അതായത് f of x നാണ് നമ്മൾ എന്തെന്ന് വിളിക്കാറ്? പൊതുവെ y എന്ന് വിളിക്കാറ്. സോ ഇനി ചെയ്യേണ്ട കാര്യം f of x എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞ ആളെ നിങ്ങളവിടെ എന്ത് ചെയ്യുക? റീപ്ലേസ് ചെയ്യുക. ദാറ്റ് ഈസ് y is equal to 4x plus 3. ഇനിയാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് പരിപാടി വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇനി ചെയ്യേണ്ട കാര്യം ഈ y ഈക്വൽ ടു എന്ന് പറയുന്ന ആളെ ഇനി നിങ്ങൾ x is equal to എന്ന ഫോമിലേക്ക് മാറ്റണം. ഓക്കെ, സോ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഫ്രം റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. റെഡിയല്ലേ? ഫ്രം റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ
ഇനി ചെയ്യേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സിനൊന്ന് ഫ്രീ ആക്കണം. സോ അതിനു വേണ്ടി 4x is equal to ആ +3 ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും -3 ആവില്ലേ? സോ 4x ഞാൻ അത് തിരിച്ചെഴുതി കേട്ടോ. 4x is equal to y minus 3 or x is equal to y minus 3 by 4. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത റിയൽ നമ്പർ ടു റിയൽ നമ്പറാണ്. ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവർക്കും പ്രീ ഇമേജ് വേണം. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇതാണ് എക്സിന്റെ റീജിയൻ, ഇതാണ് വൈയുടെ റീജിയൻ ഒക്കെ നിങ്ങൾക്ക് അറിയല്ലോ. സോ ഇവിടെയുള്ള ഏതെങ്കിലും വാല്യൂ കൊടുത്താൽ നിങ്ങൾക്ക് ഇത് റിയൽ നമ്പർ ടു റിയൽ നമ്പർ അല്ലേ? സോ ഏതെങ്കിലും വാല്യൂ കൊടുത്താൽ റിയൽ നമ്പറിൽ ഇല്ലാത്ത ആരെങ്കിലും കിട്ടുമോ നോക്കാം. റിയൽ നമ്പർ ഇല്ലാത്ത ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ 0 വരുന്ന കേസ്. ഇവിടെ ഒരിക്കലും ഡിനോമിനേറ്റർ 0 ഇല്ല. ഇനി റൂട്ടിനുള്ളിൽ നെഗറ്റീവ്സ് വരുന്ന കേസ്, ഇവിടെ റൂട്ട് ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് അതിനെപ്പറ്റി അന്വേഷിക്കുക വേണ്ട. സോ നിങ്ങൾ ഏത് വാല്യൂ കൊടുത്താലും നിങ്ങൾക്ക് കിട്ടുന്ന ആൾ എവിടെ ഉണ്ടായിരിക്കും? യെസ്, നിങ്ങൾ ഏത് വാല്യൂ കൊടുത്താലും ഇയാൾ റിയൽ നമ്പറിൽ ഉണ്ടാവും. റിയൽ നമ്പർ ഇല്ലാത്ത കേസ് ഞാൻ പറഞ്ഞല്ലോ. therefore നമുക്ക് പറയാം f is onto. ഫംഗ്ഷൻ എന്താണ്? onto ആണ്. hence it is bijective. ബൈജക്റ്റീവ് ആണ്, മനസ്സിലായി? സോ ഗൈസ്, ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി നമ്മളെ ചാനൽ നിങ്ങൾ ഇപ്പം തന്നെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാം. അടുത്ത വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം.